ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഒരു അടിപൊളി നോർത്ത് ഇന്ത്യൻ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അമൃത്സറി ചോലി, അതായത് നമ്മുടെ വൈറ്റ് കടല. അത് അമൃത്സറി സ്റ്റൈലിൽ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യമേ തന്നെ നമ്മുടെ വെള്ളക്കടല ബോയിൽ ചെയ്യാനായിട്ട് നമ്മൾ തേയില വെള്ളമാണ് യൂസ് ചെയ്യണത്. നോർമൽ നമ്മൾ കട്ടൻ ചായ ഇടുന്ന പോലെ പഞ്ചസാര ഇല്ലാണ്ട് കട്ടൻ ചായ നല്ല കുറുകെ തിളപ്പിച്ച് വെക്കുക. എന്നിട്ട് ഒരു കുക്കറിലോട്ട് നമ്മൾ തലേ ദിവസം കുതിർത്ത് വെച്ച വൈറ്റ് കടല, വെള്ളക്കടല, അത് കുക്കറിലടിക്കുക. എന്നിട്ട് ഈ നമ്മുടെ ചായപ്പൊടി വെച്ച വെള്ളം ഉണ്ടല്ലോ, ചായ വെള്ളം, അത് നമ്മൾ ഈ കടലിലോട്ട് ഒഴിക്കുക. എന്നിട്ട് ഒരു 2-3 ഏലക്ക, 2-3 ഗ്രാമ്പു, പട്ട, ഇതൊക്കെ ഇട്ട് ഒരു 2 സ്പൂൺ ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടല വേവിക്കുമ്പോൾ സോ ദാറ്റ് ആ കടലയിൽ ഉപ്പ് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് കടലയിൽ ഉപ്പും കൂടെ ഇട്ട് വെച്ചിട്ട് നമ്മളിതൊന്ന് വിസിലടുപ്പിക്കാം. തലേ ദിവസം നമ്മൾ വെള്ളക്കടല വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നതാണല്ലോ, അപ്പോൾ പിന്നെ ഒരു 6-7 വിസിൽ മതിയാവുമായിരിക്കും. 6 വിസിൽ, കറക്റ്റ് 6 വിസിലാണ് ഞാൻ അടുപ്പിച്ചത്. 6 വിസിൽ കഴിഞ്ഞിട്ട് നമ്മൾ പ്രഷർ കളയാണ്ട് തന്നെ കുക്കർ അടച്ചു വെക്കുക. സ്റ്റെപ്പിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ വറുത്ത് പൊടിച്ചെടുക്കാനുണ്ട്. ആദ്യത്തെ സാധനം ഈ MTHന്റെ കസൂരി മേത്തി, ഏത് ബ്രാൻഡിന്റെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ കസൂരി മേത്തി നമ്മൾ ചെറിയ ചൂടിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം, ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതായത് നമുക്ക് നന്നായിട്ട് ഇത് പൗഡേർഡ് ഫോമിൽ കിട്ടണം. കസൂരി മേത്തി നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് പൗഡറാക്കി വെക്കാം. എന്നിട്ട് നമ്മൾ കുറച്ച് ജീരകം എടുക്കുക. ആ ജീരകവും നമ്മൾ ഇതുപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കുക. ശരിക്കും ഈ ജീരകം, കസൂരി മേത്തി, ഇതിൻ്റെയൊക്കെ ഫ്ലേവേഴ്സാണ് നമുക്ക് നമ്മുടെ ഈ ഒരു അമൃത്സറി ചോലയിൽ വരുന്നത്. അപ്പോൾ ദാ ജീരകം ഈ ഒരു ബ്രൗൺ, കുറച്ചൊരു ബ്ലാക്കിഷ് ബ്രൗൺ ആവണം. അങ്ങനത്തെ ഒരു പരുവായി കഴിയുമ്പോൾ നമ്മളത് പാനിനകത്ത് നിന്ന് എടുത്തിട്ട് നന്നായിട്ട് പൗഡറാക്കി വയ്ക്കും. അടുത്തായിട്ട് നമുക്കൊരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. തക്കാളി എടുക്കുന്നുണ്ട്, വലുതാണെങ്കിൽ 2, ചെറുതാണെങ്കിൽ 3 എടുക്കുക. 2 പച്ചമുളക്, ഇഞ്ചി 3 കഷ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുക. ഇനി നമുക്ക് കുറച്ച് ഡ്രൈ മസാലകൾ പ്രിപ്പയർ ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് നാട്ടിൽ കിട്ടുന്ന ബ്രാൻഡ് വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഞാനിത് പഞ്ചാബിൽ നിന്ന് കൊണ്ടുവന്നതായതുകൊണ്ടാണ് MTHൻ്റെ ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ കിട്ടുന്ന ഏത് മസാല വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. എരിവ് അനുസരിച്ച് ചേർക്കാം കേട്ടോ. നമ്മൾ പച്ചമുളകും എടുത്തിട്ടുണ്ടല്ലോ. 1/2 സ്പൂൺ മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന കസൂരി മെത്തിയും ജീരകം പൊടിച്ചതും അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് കുറച്ച് കായംപൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ജീരകം പൊടി വേണമെങ്കിൽ മാറ്റി വെച്ച് ഗ്ലാസ് താളിക്കുമ്പോൾ വേണമെങ്കിൽ എടുക്കാം. ഇനി ഞാനിതിൽ MTHൻ്റെ തന്നെ ഗരം മസാലയാണ് ഇടുന്നത്, 1 സ്പൂൺ തന്നെ. പിന്നെ ഇത് ആംചൂർ പൗഡർ, ഇത് ആംചൂർ പൗഡർ നമ്മൾ ഉണങ്ങിയ മാങ്ങ പൗഡറാണ്, അതിടുന്നുണ്ട്. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചന മസാല, അതൊരു 2 സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പിങ്ക് സോൾട്ട്, അതായത് നമ്മുടെ ഇന്ദുപ്പുണ്ടല്ലോ, ഈ ഇന്ദുപ്പിൻ്റെ നല്ലൊരു ഫ്ലേവർ കറിക്ക് വരും. അപ്പം ഞാൻ ഇന്ദുപ്പ് എൻ്റെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് വെക്കാറുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് സവാള വേണം, പച്ചമുളക് വേണം, ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം. ഇതൊക്കെ നമ്മളിങ്ങനെ ജൂലിയൻസ് ആക്കി കട്ട് ചെയ്ത് വെച്ചേക്കാണ്. നെക്സ്റ്റ് നമ്മൾ കുക്കിംഗ് തുടങ്ങുകയാണ്. പാൻ എടുക്കുക, ഓയിൽ എടുക്കുക, അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഓപ്ഷണൽ ആണ് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇല്ല നമ്മുടെ തക്കാളി അരച്ച പേസ്റ്റ് വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഞാൻ എന്നാലും സവാള ഇട്ടു. സവാള നന്നായിട്ട് ബ്രൗൺ കളർ റോസ്റ്റ് ആയവരും നമ്മൾ അരച്ചു വെച്ചിരുന്ന തക്കാളി, പച്ചമുളക്, ഇഞ്ചി, അതിൻ്റെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. അതിൽ കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബോയിൽ ആവണം. ബോയിൽ ആവാന്ന് പറയാൻ നമ്മൾ ഈ തക്കാളിയുടെയൊക്കെ ഒരു റോ ടേസ്റ്റ് ഉണ്ടല്ലോ, തക്കാളി, പച്ചമുളക്, ഇഞ്ചിയുടെ ഒരു റോ ടേസ്റ്റ് ഉണ്ട്. ആ റോ ടേസ്റ്റ് മാറുന്നിടം വരെ നമ്മളിത് ബോയിൽ ചെയ്യാം. നന്നായിട്ട് ഇത് കുക്ക് ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ അടച്ചു വെച്ചിട്ടും കുക്ക് ചെയ്യാം. എന്നിട്ട് അപ്പോഴത്തേക്ക് ഇതൊന്ന് കുറുകയും ചെയ്യും. ഇപ്പം നന്നായിട്ട് ഇത് ബോയിലായി വരുന്തോറും ഇത് ഒബ്വിയസ്ലി ഇത് കുറുകി വരും. അതാ ഇപ്പം കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസി ആയി വരണം. നമ്മൾ നോർമൽ ഒരു കറിയുടെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അതിലായി വരണം. അപ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും ഓയിലൊക്കെ ഒന്ന് വിട്ട് വരുന്നതായിട്ട്. ഇനി നമ്മുടെ ഡ്രൈ മസാലകൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറണം, അതായത് ഈ ഒരു ഡ്രൈ മസാലകളുടെ പച്ചമണം മാറണം. അതെങ്ങനെ നമുക്ക് മനസ്സിലാവുമെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു മസാലയൊക്കെ കുക്കായി കഴിയുമ്പോൾ എണ്ണ വേറിട്ട് നിൽക്കും. എണ്ണ ഇങ്ങനെ മുകളിൽ തെളിഞ്ഞ് നിൽക്കും. അപ്പം ഞാൻ എന്താ ഇളക്കി അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് അടച്ചു വെച്ചിട്ടും അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, എണ്ണയൊക്കെ ഒന്ന് മുകളിൽ
തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇതാണ് കറക്റ്റ് ഒരു പരുവം നമ്മുടെ മസാല കുക്കായി എന്നറിയാൻ വേണ്ടിയിട്ട്. കരിഞ്ഞു പോവാതായിട്ട് സൂക്ഷിക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് വേവിച്ച് വെച്ചേക്കുന്ന കടല അത് വെച്ച് കൊടുക്കുക, അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് കടല ഉണ്ടല്ലോ നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. ഇത് നമുക്ക് ലാസ്റ്റിൽ നമ്മൾ മാഷ് ചെയ്തിട്ടിടും, എന്നാലും ഒരു കടലയുടെ ഫ്ലേവർ നന്നായിട്ട് ഈ ഒരു കറിയിൽ വരുള്ളൂ. ഇനി ഈ കടല നന്നായിട്ട് ബോയിലാക്കുക, അതായത് തിളയ്ക്കണം നന്നായിട്ട്. ആ സമയത്ത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന കടല ഉണ്ടല്ലോ അതും കൂടി നന്നായിട്ട് മാഷ് ചെയ്തിട്ട് സ്പൂൺ വെച്ചിട്ട് തന്നെ മാഷ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഗ്രേവി കുറച്ച് കുറുകയും ചെയ്യും ആൻഡ് ആ ഒരു കടലയുടെ പ്രോപ്പർ ഫ്ലേവർ നമുക്ക് ഈ ഒരു കറിയിൽ കിട്ടുകയും ചെയ്യും. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യുക. സിമ്മിൽ ബോയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫുൾ ഗ്യാസിൽ ബോയിൽ ചെയ്യാണ്ട് കുറച്ചിങ്ങനെ ബോയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് ഇപ്പോൾ കുറച്ചായിട്ട് ബോയിലായി വന്നിട്ട് ഇനി നമുക്കിതിൽ താളിക്കണം. ഒരു കുഞ്ഞ് പാൻ വയ്ക്കുക, അതിൽ ഓയിലോ നെയ്യോ ഒഴിക്കുക. അതിലൊക്കെ നമ്മൾ ജൂലിയൻസ് ആക്കി കട്ട് വെച്ച് ഗാർലിക്, ജിഞ്ചർ, പച്ചമുളക് അതിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ജീരകം ബാക്കി പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കുറച്ച് മുളക് പൊടി അതും വേണമെങ്കിൽ ഇടാം. ഞാൻ ഇട്ടില്ല, ബട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ കറിയിലോട്ട് പകർത്തുക, അതായത് ഒഴിക്കുക. എന്നിട്ട് വേഗം ഒന്ന് മൂടി വയ്ക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്നിട്ട് നമ്മുടെ കൊറിയാൻഡർ ലീവ്സ് വെച്ചിട്ട് നന്നായിട്ട് ഗാർണിഷ് ചെയ്യുക. നമ്മൾ താളിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് അത് ക്ലോസ് ചെയ്ത് വെച്ചാൽ അതിൻ്റെ ആ താളിച്ചിൻ്റെ ഫ്ലേവറൊക്കെ ഫുൾ കറിയിൽ വെക്കും. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കുക. അപ്പോൾ നമ്മൾ എല്ലാം പ്രിപ്പയറൊക്കെ കഴിഞ്ഞ് സെർവ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ശരിക്കും നമുക്ക് ഭട്ടൂര, പൂരി, ജീര റൈസൊക്കെ നന്നായിട്ട് പോകും. ഞങ്ങൾ പൂരിയായിരുന്നു ഉണ്ടാക്കിയത്, ബ്രേക്ക്ഫാസ്റ്റിനായിരുന്നു ഉണ്ടാക്കിയത്. അടിപൊളി ടേസ്റ്റാണ്. നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു കടല നന്നായിട്ട് ഇഷ്ടപ്പെടും. വെറൈറ്റി ആയിട്ടുള്ളതാണ് റെസിപ്പി. അപ്പോൾ നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആൻഡ് റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ബൈ ബൈ.